ഹായ്, നമ്മളിതാ കപ്പയും മുരിങ്ങയിലും വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ്. കപ്പ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് മുരിങ്ങയിലയും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കപ്പയുടെ കൂടെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കാനായി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ആവശ്യമുള്ള കുറച്ച് തേങ്ങയും ജീരകവും മുളകുമാണ് കേട്ടോ. ഞാൻ അരിമുളകാണ് എടുത്തിരിക്കുന്നത്. നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തു. അതിനുശേഷം കപ്പ ദാ വെന്ത് വന്നിട്ടുണ്ട്. വെന്തപ്പോൾ ദാ മുരിങ്ങയില ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മുരിങ്ങയില നിറയെ ഉണ്ടായിരുന്നു. തിളച്ച് കഴിഞ്ഞപ്പോൾ നന്നായി ചുങ്ങിപ്പോയി കേട്ടോ. അതിനുശേഷം നമ്മുടെ അരപ്പൊഴിക്കുകയാണ്. അരപ്പിൽ നമ്മൾ നല്ല പേസ്റ്റായി അരച്ച് വെച്ചിട്ടുള്ള അരപ്പയിലിട്ടിട്ട് നന്നായി ഇളക്കിയെടുത്തു. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു കറിയാണ്. അപ്പോൾ വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കുക, അല്ല കുറച്ച് കട്ടയായിട്ട് വേണമെന്നവർക്ക് വെള്ളം കുറച്ചാൽ മതി കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിക്കാൻ കുറച്ച് വെള്ളത്തിൽ വെക്കുകയാണ് നല്ലത്. കപ്പ ഏതാണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ടയായി പോകും. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ഒഴിച്ച് കടുവും ഉണക്കമുളകും അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തിട്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പഴമയുടെ ഒരു രുചിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു.